എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് CISF വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ശബ്ദ സന്ദേശം. കൊല്ലപ്പെട്ട ഐവിൻ ജിജോയെ ഗുണ്ടയായി ചിത്രീകരിക്കാനാണ് ശ്രമം. ഐവിൻ 5 പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാജ പ്രചാരണം. ശബ്ദ സന്ദേശം 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. സത്യത്തില് എന്താണ് അവിടെ സംഭവിച്ചത്, ഇവരാരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രമാത്രം വലിയ ഗുണ്ടകളായിരുന്നു ഇവന്മാര്. ഇവരുടെ ചെറുതായിട്ടുള്ള തർക്കങ്ങള് പേര് പറയാത്ത ഒരു സ്ഥാപനത്തിൽ വെച്ച് നടന്നു. അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വീണ്ടും പുറകെ നടന്ന് ചെയ്തു. പിന്നെ വണ്ടിക്ക് കുറുകെ വെച്ചു. 4-5 പേര് ഇറങ്ങി വന്ന് വണ്ടിയുടെ ചില്ലിനിട്ട് കൈകൊണ്ട് അടിച്ചു. നമ്മുടെ ഇപ്പൊ ആശുപത്രി കിടക്കുന്ന സാറിന്റെ മുഖത്തിനിട്ട് വന്ന് ഇടിച്ചു. അങ്ങനെ പലതരത്തിലുള്ള അക്രമങ്ങൾ ചെയ്തപ്പം 5 പേര് വണ്ടിയുടെ ബോണറ്റെ കയറിയിരുന്നപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. അന്നേരം പെട്ടെന്ന് വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ 4 പേരും സൈഡിലേക്ക് പോയി. ഒരുത്തൻ മാത്രം അതേ കിടന്നു. അവനാണെങ്കിൽ ഇവിടുത്തെ 5ഓളം കേസുകൾ അവന്റെ പേരിലുണ്ട്. അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാണ്. അവൻ ഒരിടത്തും ജോലി കൊടുക്കാഞ്ഞിട്ട് രാഷ്ട്രീയക്കാര് പറഞ്ഞിട്ടെങ്ങാണ്ട് കാപ്സിലൊരു ഷെഫിന്റെ സ്ഥാനം, ഷെഫാണോന്നൊന്നും അറിയത്തില്ല, ഗുണ്ടാകൃതിയാണ് അവന്റെ ജോലി. അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അവന്. തീർത്തും അക്രമകാരിയായിരുന്നു. ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് സാർ അറ്റകൈക്ക് ഇത് ചെയ്തതാണ്. ജീവനും കൊണ്ട് ഓടിയപ്പം ഇവൻ ആ ബോണറ്റിൽ കിടന്നു. ബാക്കി 4 പേര് സൈഡിലേക്കായി പോയി. പിന്നെ ഇവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു. അമൽ സുരേന്ദ്രനുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അമൽ, ഇതിലെ പോലീസ് അന്വേഷണവും പോലീസ് റിപ്പോർട്ടുകളും ഒക്കെ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോഴാണ് CISF ഗ്രൂപ്പുകളിൽ ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടക്കുന്നത്. വിവരങ്ങൾ അമൽ. ഉന്മേഷ്, പോലീസ് റിപ്പോർട്ടുകളുണ്ട്, റിമാൻഡ് റിപ്പോർട്ടുകളുണ്ട്, പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകളുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ പ്രതികൾ എന്ന് പറയുന്നവർ തന്നെ പോലീസിന്റെ അടുത്ത് കുറ്റം ഏറ്റു പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ CISF ഉദ്യോഗസ്ഥരെ, പ്രതികളായ 2 CISF ഉദ്യോഗസ്ഥരെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ന്യായീകരിച്ചുകൊണ്ട് അവരെ വെള്ളപൂശുന്ന തരത്തിൽ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള CISF ഗ്രൂപ്പുകളിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം ശബ്ദ സന്ദേശത്തിന്റെ രൂപത്തിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇതിനെതിരെ ശക്തമായ നടപടിക്ക്, നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് കുടുംബവും ബന്ധുക്കളും. കേന്ദ്രമന്ത്രിമാർക്ക് അടക്കം ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ശബ്ദ സന്ദേശം മനസാക്ഷിയെ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ, കേരള മനസാക്ഷിയെ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നാണ്. അങ്ങേയറ്റം മലീമസമായിട്ടുള്ള ഒരു 25 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി കാറിടിപ്പിച്ച് കൊന്നതിന് ശേഷവും അയാളുടെ മരണത്തെ പോലും അവമതിക്കുന്ന തരത്തിൽ, അയാളെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകുന്നത് അങ്ങേറ്റം വൈകാരികമായി ഇത്തരം ഒരു വിഷയത്തിൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് നാടിനൊന്നാക്കിയും ആ കുടുംബത്തിനൊന്നാക്കിയും അങ്ങേറ്റം വൈകാരികമായിട്ട് വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. അത് തന്നെയാണ് അവർ നമ്മളോടും പറയുന്നത്. ഏതായാലും CISFന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന V@Team എന്ന ഒരു CISF ഗ്രൂപ്പിലും Kerala@CISF.com എന്ന ഗ്രൂപ്പിലുമാണ് ആദ്യമായിട്ട് ഇത് വന്നത്. ഇപ്പോൾ നിലവിൽ ഈ ശബ്ദ സന്ദേശം ഒരു വിവാദമായതിനെ തുടർന്ന് ഈ ഒരു ശബ്ദ സന്ദേശം നീക്കിയിരിക്കുകയാണ്, അവിടെ നിന്നും ഡിലീറ്റ് ആക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. ഏതായാലും ഈ ഒരു ശബ്ദ സന്ദേശം ഇങ്ങനെ വ്യാജമായി പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ മൂന്നാമതൊരു പ്രതിയായിട്ട് പോലീസും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ സംശയിച്ചിരുന്ന ഒരു CISF ഉന്നത ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശമുണ്ട് എന്നൊരു ആരോപണമാണ് ബന്ധുക്കൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ആ ഒരു ആരോപണത്തിന്റെ കഴമ്പെല്ലാം പരിശോധിക്കേണ്ടത് പോലീസാണ്. നമുക്കറിയാവുന്നതാണ്, ഈ കൃത്യം നടന്നതിന് ശേഷവും ഈ പ്രതികളിൽ ഒരാൾ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുകയും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഡ്യൂട്ടിയിൽ ഇരിക്കെ തന്നെയാണ് പോലീസിന്റെ പിടിയിലാവുന്നത്. അപ്പോൾ CISF ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുകയാണോ എന്നൊരു സംശയം സ്വാഭാവികമായും ഉണ്ടാകും. ഏതായാലും ഈ 2 പ്രതികളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും എന്നൊരു അഭ്യൂഹം പരക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം CISFന്റെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഉന്മേഷ്, ശരി. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.